കഴിഞ്ഞ ദിവസം 24 ചാനലിൽ നടന്ന ചർച്ചയിൽ ഹാഷ്മി താജ് ഇബ്രാഹിമും CPM നേതാവായ M പ്രകാശൻ മാസ്റ്ററുമായി വലിയ വാക്പോരാണ് നടന്നത്. സുരക്ഷയിൽ ഇരട്ട നീതിയോ എന്ന വിഷയത്തിലാണ് ചർച്ചയുണ്ടായത്. നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞ പച്ചക്കള്ളത്തെക്കുറിച്ചാണ് ഹാഷ്മിയുടെ ചോദ്യമുണ്ടായത്. തന്റെ ഗൺമാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നും കണ്ണൂരിൽ താഴെ വീണ് കിടക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലമുടി പോലീസ് ചവിട്ടിപ്പിടിച്ചത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നും 20ഓളം പോലീസുകാർ ആലപ്പുഴ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനെ വളഞ്ഞിട്ട് മർദ്ദിച്ചതും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നും പിണറായി വിജയൻ നിയമസഭയിലെടുത്ത നിലപാടിനെതിരെയാണ് ഹാഷ്മിയുടെ ചോദ്യമുണ്ടായത്. മാധ്യമങ്ങൾ ഇടതുപക്ഷ സമരത്തെ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നുള്ള രീതിയിൽ പ്രകാശൻ മാസ്റ്റർ കത്തിക്കയറാൻ ശ്രമിച്ചതോടെയാണ് ഹാഷ്മിയുടെ ഉത്തരം മുട്ടിക്കുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടായത്. ആ ചർച്ചയിലേക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്കറിയില്ല. അങ്ങയുടെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അറിയില്ല. ഒരു ചുക്കുമില്ല. നിങ്ങളെല്ലാം കുറെ കാലമായിട്ട് കേരളം കാണുന്നില്ലേ? ഈ 24 ഹാഷ്മിനൊന്നും ഇന്ന് കാണുന്നില്ലല്ലോ കേരളം. ഇന്ന് കാണുന്ന അല്ല പ്രകാശ മാഷെ. കേരളം കൃത്യമായിട്ട് പ്രകാശ മാഷെ എന്നെ കേരളം ഇന്ന് കാണുന്നതല്ല. എന്നെ കേരളം ഇന്ന് കാണുന്നതല്ല എന്ന് പറഞ്ഞാൽ ഈ പോയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവിഡ് കാലത്ത് കരുതലിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ഇൻട്രോ ഇവിടെ LDF അവരുടെ പ്രചരണ വാഹനത്തിൽ അതേ സ്ക്രിപ്റ്റ് എടുത്തിട്ട് വീഡിയോ ഞാൻ അങ്ങ് അയച്ചു തരാം. CM പ്രകാശൻ കേരളം എന്നെ ഇന്ന് കാണുന്നതല്ല. പെരിങ്ങര സന്ദീപ് വധക്കേസിൽ ഞാൻ ചെയ്ത ഇൻട്രോ നിങ്ങളുടെ സൈബർ ഗ്രൂപ്പുകളിൽ ചർച്ചയായത് ഞാൻ അങ്ങ് അയച്ചു തരാം. കേരളം എന്നെ ഇന്ന് കാണുന്നതല്ല. ഈ സർക്കാരിന് നല്ലതിനെ നല്ലതെന്നും CPM ചെയ്തതിന് നല്ലതെന്നും പറഞ്ഞ പല വീഡിയോകൾ ഇൻട്രോ ഞാൻ അങ്ങ് അയച്ചു തരാം. കേരളം എന്നെ ഇന്ന് ആദ്യം കാണുന്നതല്ല. പ്രകാശ മാഷെ, ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കണ്ണാടി കൈവച്ചാൽ മതി. അതുകൊണ്ട് താങ്കൾ എനിക്ക് ചുമത്തി തന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കണ്ണാടി അങ്ങ് കൈവച്ചാൽ മതി. താങ്കൾ പറഞ്ഞു CM പ്രകാശൻ താങ്കൾ പറഞ്ഞു 5 പേര് കൂത്തുപറമ്പ് വെടിവെച്ച് പേര് പറഞ്ഞില്ലേ? നിങ്ങൾ എന്റെ ഓർമ്മശക്തി നിങ്ങളാരാ? ഞാൻ ഒടിഞ്ഞ കാലുമായി സിന്ധു ജോയിയുടെ ചിത്രങ്ങൾ വന്ന പത്രം ഞാൻ അങ്ങ് അയച്ചു തരാം ഓർമ്മക്കുറവുണ്ടെങ്കിൽ. ഒടിഞ്ഞ കാലമായി നിൽക്കുന്ന സിന്ധു ജോയിയുടെ ചിത്രം ഞാൻ അങ്ങ് അയച്ചു തരാം ഓർമ്മക്കുറവുണ്ടെങ്കിൽ. VS ഇരുന്ന വേദിയിലേക്ക് വന്ന ഗ്രനേഡിനെ കുറിച്ച് എഴുതിയ മാധ്യമങ്ങളുടെ വാർത്ത ഞാൻ അയച്ചു തരാം ഓർമ്മക്കുറവുണ്ടെങ്കിൽ. CM പ്രകാശൻ വെറുതെ അങ്ങ് പറയാവോ? 24 എന്താണ് എന്നുള്ളത് ഇന്ന് കേരളത്തിൽ നിർവഹിക്കുന്ന പങ്ക് എന്താണെന്ന് ആർക്കും അറിയാത്തല്ല. എല്ലാവർക്കും അറിയാം. തന്നെ എത്ര മാസത്തിൽ വരുന്ന മനസ്സുള്ള ആളാണ് ഹാഷ്മി എന്നുള്ളതും മലയാളിക്കറിയാം. ഉത്തരം മുട്ടുന്നത് എന്താ സംശയം നിങ്ങൾക്ക്? M പ്രകാശനെ പോലെ മുതിർന്നൊരു നേതാവ് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തലാണ്. എനിക്കെതിരെ മാർക്സിസ്റ്റ് വിരോധം ആരോപിക്കൽ, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം. എന്റെ ചോദ്യം എന്താണ്? കേരളം മുഴുവൻ കണ്ട ഈ ദൃശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ എന്തുകൊണ്ട് പെട്ടില്ല എന്ന ഒറ്റ ചോദ്യം അങ്ങനെ മറുപടിയില്ല. കേരളം മുഴുവൻ കണ്ട ഈ ദൃശ്യങ്ങൾ ആഭ്യന്തര വകുപ്പിനെ മുഖ്യമന്ത്രിയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന ചോദ്യത്തിന് അങ്ങേക്ക് മറുപടിയില്ല. മറുപടി ഇല്ലാത്തപ്പോൾ അങ്ങ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ തിമിരം മറ്റേ എന്നോട് കണ്ണട ഒക്കെ തരികയാണ്. അത് ഉത്തരവില്ലാത്തതുകൊണ്ടാണ് മാഷേ. ഞാനിതിന് ഉത്തരം പറയാം. നിങ്ങൾ എന്റെ വായി കയറി സംസാരിക്കരുത്. മാധ്യമങ്ങൾ വരുന്ന വാർത്തയോ നിങ്ങൾ കൊടുക്കുന്ന വീഡിയോ വെച്ചിട്ടല്ല ഞാൻ പറയാണ്. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയോ നിങ്ങൾ കൊടുക്കുന്ന വീഡിയോ അല്ല മുഖ്യമന്ത്രി കാണുക. മുഖ്യമന്ത്രിക്ക് ഒഫീഷ്യലായി വിവരം കൊടുക്കാൻ സംവിധാനമുണ്ട്. നിങ്ങൾ ആരെയും ആശ്രയിക്കേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹത്തിന് കിട്ടുന്ന ഒഫീഷ്യൽ ഇൻഫർമേഷൻ വെച്ചാണ് അദ്ദേഹം പറയുന്നത്. അത് പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. എല്ലാം നിങ്ങൾ തെളിയിച്ചോളൂ കോടതി പോയിട്ട്. അതല്ലാതെ അദ്ദേഹം നിങ്ങൾ പറയണോ? താങ്കൾ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് തിമിരം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ബാധ എന്നൊക്കെ കണ്ണട വെച്ച് തന്നാൽ എന്നെ കാണുന്ന പ്രേക്ഷകരൊന്നും വിശ്വസിക്കില്ല. മാഷ് എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്നില്ല എന്റെ പ്രേക്ഷകർ. കേട്ടോ മാഷേ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ആയിക്കോട്ടെ. ഓക്കെ ആയിക്കോട്ടെ.